ചിന്താജലമുണ്ട്. ചിന്ത ഇപ്പോൾ CP ജോണിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടാവും. ഈ KSRTC ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യുന്ന ആളുകൾ അവരുടെ മക്കളെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു വിമർശനം പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ അഭിനയിക്കുകയാണ് ദരിദ്രരെ എന്നാണ് CP ജോൺ പറയുന്നത്. എന്താണ് പ്രതികരണം? കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് ശ്രീ CP ജോൺ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ചുമതലയേറ്റ സമയത്ത് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലായല്ലോ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം എന്താണ്, അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്. സ്ത്രീ വിരുദ്ധം എന്ന് മാത്രമല്ല, മനുഷ്യത്വ വിരുദ്ധമായിട്ടല്ലേ അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു ഫ്യൂഡൽ സ്വഭാവത്തോടു കൂടി ഇതൊക്കെ ഞങ്ങളുടെ ഔദാര്യമാണ്, ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഞങ്ങൾ നൽകിയ ഔദാര്യമാണ് ഇതൊക്കെ, ഇതിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹം തുടരുന്നത്. ഇത് പ്രഖ്യാപിക്കുന്ന, ഈ പദ്ധതി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക ബാറും അല്ലെങ്കിൽ ഇത്ര രൂപയിൽ താഴെ വരുമാനമുള്ളവർ മാത്രം കയറിയാൽ മതി എന്നുള്ള യാതൊന്നും പ്രഖ്യാപിക്കാതിരുന്ന ഗവൺമെന്റ് ഇപ്പോൾ ഇങ്ങനൊരു പ്രസ്താവന നടത്തുന്നതിന് പിന്നിൽ എന്താണ് ഈ ഗവൺമെന്റിൻ്റെതും എന്താണ് ഗതാഗത മന്ത്രിയുടേതെന്നും മനസ്സിലുള്ള കാഴ്ചപ്പാട്, ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ആദ്യം തന്നെ വലിയ കബളിപ്പിക്കൽ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നേരെ നടന്നു. വോട്ട് അഭ്യർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞത് നിങ്ങൾക്ക് തീർത്ഥാടനത്തിന് പോകാൻ സൗജന്യമായി നൽകാം എന്നായിരുന്നു. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത അമ്പലത്തിൽ പോകുന്നതല്ലല്ലോ, ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്നതല്ലേ. അപ്പൊ അതിനെല്ലാം സൗജന്യം നൽകാമെന്ന് പറഞ്ഞു. അതിൽ നിന്നും പിന്നീട് പിന്നോട്ട് പോയി.